അപ്പോൾ ഇന്ന് അടുക്കളയ്ക്ക് കുറച്ച് നേരം വൈകിക്കാണ്ടായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓട്ടപ്പാച്ചിലുകൾ വേറെ തന്നെ കാണുന്നുണ്ട് കേട്ടോ. രാത്രിയാണെങ്കിലോ അരി വെള്ളത്തിലിടാൻ മറന്നുകൊണ്ടാണ് കടന്നും ചെയ്തു കേട്ടോ. രാവിലെ നൂൽപുട്ട് ഉണ്ടാക്കാന്നുള്ള പ്ലാനിങ്ങിൽ കടന്നതേനി. മകൾ മദ്രസക്ക് പോയതിൻ്റെ ശേഷം ഞാൻ മഴക്കായ കാരണം കുറച്ച് നേരം അവിടെ ഫോണുമ്പോൾ കളിച്ചിരുന്നത് കേട്ടോ. ആ ഇരുത്തും പിന്നെ ഞാനൊന്നും കടന്ന് കണ്ണാളി. പിന്നെ നീച്ച് നോക്കുമ്പോൾ ഏക്കാലായിട്ടോ. അതിൽ പിന്നെ ഓടടാ ഓട്ടം എന്ന് പറഞ്ഞ മാതിരി അടുക്കളയ്ക്ക് ഒരു ഓട്ടയും കേട്ടോ. അതിൻ്റെ ശേഷം പിന്നെ ഇതാക്കണം നുനു മദ്രസ ഇട്ട് വരാനായി തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ വേഗം ചോറിനുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കാൻ കേട്ടോ. ഇന്നലെ രാത്രിയാണെങ്കിലും മടി പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ആ മൂറിച്ച പാത്രങ്ങൾ മുഴുവനും ഞാൻ അവിടെ തന്നെ വെച്ചു. മറ്റത് ഞാൻ സാധാരണ ആ പാത്രങ്ങളൊന്നും ഞാൻ അവിടെ വെക്കലില്ല കേട്ടോ. അതൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്ത് വെച്ചിട്ടാണ് ഞാൻ കിടക്കാൻ വേണ്ടി പോലും. നേരം വെളുക്കുമ്പോൾ വന്നാൽ പിന്നെ ഇതൊക്കെ ഒരു പണിയേക്കാരെന്ന് കരുതി കണ്ട് അതൊക്കെ ഞാൻ രാത്രിയാകുമ്പോൾ തന്നെ എടുത്ത് വെക്കണം കേട്ടോ. എനിക്ക് ഈ രാത്രി എല്ലാ പാത്രങ്ങളും ക്ലീനാക്കി അതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കണതാട്ടോ ഇഷ്ടം. കാരണം നേരം വെളുക്കുമ്പോൾ ആദ്യം തന്നെ കണിയാണത് അതേ കാര്യം. അപ്പം അതിൻ്റെ മൂട് തന്നെ പോകുന്ന കരുതിക്കാണ്ട് അതൊക്കെ റെഡിയാക്കി വെക്കും കേട്ടോ. ഇന്നിപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കാതിരിക്കണം വേഗം വെള്ളം വെച്ചു. ചോറിൻ്റെ വെള്ളം അപ്പുറത്തും വെച്ചു. അപ്പോൾ ഇനി നൂൽപുട്ടിൻ്റെ വെള്ളം തിളച്ച് വന്നിക്കണം. അപ്പോൾ ഇനി ഞാൻ വേഗം പൊടി വാട്ടിയിരിക്കുകയാണ് കേട്ടോ. സ്കൂൾക്കാണെങ്കിൽ ചോറും വേണം കുട്ടികൾക്ക്. നിഷും പോയിക്കണം. ഓൻ പോയിൻ്റെ ശേഷമാണ് ഞാൻ അടുക്കളയ്ക്കുള്ള പരിപാടി തന്നെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതാക്കണം നൂൽപുട്ടൊക്കെ വേഗം ആയും ചെയ്തിരുന്നു. ചൂടാണ്, ഭയങ്കര ചൂടാണ് കേട്ടോ. ആ ചൂടുള്ള സംഭവമാണ് ഞാൻ ഈ കുഴച്ചെടുത്താണ് വേഗം ഒരു റൗണ്ട് ഞാൻ വേഗം ആക്കട്ടെ എന്ന് കരുതിക്കാണ്ട് ആക്കുകയാണ് കേട്ടോ. മകൾ മദ്രസ ഇട്ടെന്നാൽ പിന്നെ നേരം ഉണ്ടാവില്ല. ഓക്കാണെങ്കിൽ നേരത്തെ പോകണം. മറ്റവനാണെന്നുണ്ടെങ്കിൽ സാധാരണ 9:40 പോയാൽ മതി. ഓക്ക് 9 മണിയാകുമ്പോൾ പോവും വേണം. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പാണെങ്കിൽ ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാക്കണം പിന്നെ ചോറിനുള്ള വെള്ളം തളിച്ച് കാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ അരിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ അരിയൊക്കെ വേഗം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിക്ക് പേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി ചിക്കൻ കിട്ടിയപ്പോൾ ആ ചിക്കൻ കറി വെച്ച് ചെയ്തിന് കേട്ടോ. വെച്ചിട്ട് ഫ്രിഡ്ജിക്ക് എടുത്ത് വെച്ചിട്ടാണ് ഇന്നലെ കടന്നുകണത്. അതൊക്കെ കഴിഞ്ഞാൽ കുറേ നേരം വൈകിയാരെയാണ് ഇന്നലെ പാത്രം കൂടി എടുത്തേക്കാതെ കുറച്ച് നേരം അവിടെ മടിച്ച് കാണ്ടിരുന്ന് കാണും. പിന്നെ അങ്ങോട്ട് കിടക്കാൻ പോയിക്കേനി കേട്ടോ. അങ്ങനെ ഇതാക്കണം ചായക്കുള്ള വെള്ളം കൂടി വെച്ച് മൂടിയൊക്കെ സെറ്റാക്കി കൊടുത്തേണ്. ഇനി വേഗം മകന് നിഷുവിനാണെങ്കിൽ ഉരുളങ്കിഴങ്ങ് നോക്കുന്നിപ്പോൾ ന്യൂനൊന്ന് സ്കൂൾക്ക് ഉരുളങ്കിഴങ്ങ് തന്നെ കൊടുത്തേക്കാന്ന് കരുതിയിട്ടോ. മറ്റേത് എന്തെങ്കിലും ഉപ്പേരിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾ അങ്ങനെ രണ്ട് കൂട്ടാനൊക്കെ അങ്ങനെ കൊണ്ടുപോകും. പിന്നെ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിയും ചെയ്തുകൊണ്ടെന്ന് പറയും. ഓളോട് പിന്നെ ഞാൻ ചോറ് ഏതായാലും നിഷുവിന് കൊടുത്തേക്കല്ലേ. അപ്പോൾ പിന്നെ ആ കൂട്ടത്തിലെ ഓൾക്കും കൂടിയും കൊടുത്തേക്ക്. ഓൾക്ക് അവിടെ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഓളും ഇവിടുന്ന് കൊണ്ടുപോകും. അപ്പോൾ ഇതിനൊക്കെ എൻ്റെ ചായയൊക്കെ തളിച്ചയക്കില്ല പൊടിയും കൂടി ഇട്ട് ആദ്യത്തെ റൗണ്ട് നൂൽപുട്ടൊക്കെ സെറ്റായും ചെയ്തിട്ടോ. ഇനിയിപ്പോൾ ഓളെ കുളി നനയും കഴിഞ്ഞ് വരുമ്പോക്കിന് ഓൾക്ക് ചായ എടുത്ത് കൊടുക്കാനില്ല നൂൽപുട്ടോടെ ആയും ചെയ്താണ്. കറി പിന്നെ ഇന്നലെ രാത്രി വെച്ചുകൊണ്ട് ഒരു സമാധാനമുണ്ട്. ഞാൻ അതൊന്നും എടുത്താണ് ചൂടാക്കിയാൽ മതി. അപ്പോൾ അതാണ് അടുത്ത നൂൽപുട്ടും കൂടി ശരിയാക്കിയാണ് ഇട്ടിക്കണം. അപ്പോൾ ഇനി ചായ ആയി. ഇനി ചായക്കാണെങ്കിൽ കുറച്ച് പാൽപ്പൊടിയും കൂടി കലക്കി പാരാന്ന് കരുതിയിട്ട് വേറെ സെപ്പറേറ്റ് തുള്ളി ചായ എടുത്ത് കണയ്ക്ക് കലക്കാൻ കേട്ടോ. മറ്റേത് ഡയറക്റ്റായിട്ട് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു തരിതരിപ്പേക്കാരം. അത് കരുതിയാണ് കുറച്ചും കൂടി കലക്കിക്കാണ്ടേക്കാണ് പാർന്നാണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് അങ്ങനെ കേങ്ങൊക്കെ അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഞാൻ വേഗം തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ അതുപോലെ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടാണ് വെക്കൽ. കേങ്ങ് പൊരിച്ചെടുക്കൽ അതാകുമ്പോൾ രണ്ടാക്കും കൊടുത്തേക്കും. കാരണം നിഷുവിന് മുളകിൻ്റെ ഇത് പറ്റൂല, മുളകും പൊടി പറ്റൂല. അപ്പോൾ പിന്നെ ഓന് വേറെ മറ്റൊക്കെ വേറെ എന്നാണൊന്നും പൊരിച്ചാനൊന്നും ആവില്ല. രണ്ടാക്കും പാടെ അങ്ങനെ എടുത്താണ് കൊണ്ടേക്കുക. അപ്പോൾ ഇനി ചോറ് അയക്കണം കേട്ടോ. അതാണ് ചോറ് ഞാൻ കുറച്ച് ദിവസം അങ്ങനെ ഊറ്റിയിട്ടുണ്ട്. ഏതായാലും സമാധാനം അയക്കണം. നേരം വൈകി നീച്ചാലും വേവേയും കാര്യങ്ങളൊക്കെ അയക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാലത്ത് എത്തണതാണ്. കാരണം മക്കളെ സ്കൂളിൻ്റെ കാരണത്താൽ പോകരുതല്ലോ എന്ന് കരുതിയാണ് വേഗം ആക്കണതാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ കടക്ക കണ്ടാൽ വേഗം ഒന്നും ജസ്റ്റ് ഇരിക്കുന്നുണ്ടാവുള്ളൂ. പിന്നെ ഞാൻ കിടക്കണത് എനിക്കറിയുള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒരു ഉറക്കപ്പിരാന്തത്തിയാണ് കേട്ടോ ഞാൻ. അതൊക്കെ കഴിഞ്ഞാണ്ട് ഉരുളങ്കിഴങ്ങും പൊരിച്ചുകൊണ്ട് നിനൂനില്ല ചുറ്റും പാത്രം വേഗം ആക്കിയിരിക്കണം കേട്ടോ. ഓക്ക് പിന്നെ തുള്ളി അച്ചാറും കൂടി വെച്ചുകൊടുക്കട്ടെ കേട്ടോ. ഞങ്ങൾ അങ്ങാടിക്ക് പോയപ്പോൾ തുള്ളി കാരക്കൻ്റെ അച്ചാറ് വാങ്ങിയിനി. അപ്പോൾ അതും കൂടി ഓക്ക് വെച്ച് കൊടുത്തേക്കണ്. പിന്നെ ഓൾ സ്കൂളിൽ നിന്ന് ഇനിയിപ്പോൾ എന്തെങ്കിലും കറിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓളോടൊന്ന് വാങ്ങുകയും ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓളെ ചുറ്റും പാത്രമൊക്കെ സെറ്റായി ഓളെ പറഞ്ഞയച്ചിട്ടോ. ഇനി ഇഷ്യൂ വരുമ്പോക്കിന് 9 മണിയായി തുടങ്ങിയിരിക്കണ്. അപ്പോൾ ഓന് വേഗം ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി വെട്ടിയാക്കട്ടെ എന്ന് കരുതിയാണ് ഫ്രൂട്ട്സ് കിട്ടിയത് മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഓന് മറ്റേ ബട്ടറും കാര്യങ്ങളൊന്നും ഓന് ഇഷ്ടമല്ല. നുനു ആക്കണ പോയും ചെയ്തേക്കണം. അപ്പോൾ ഓനുള്ള ചുറ്റും പാത്രം കൂടി ആക്കി കൊടുക്കുകയാണ്. ഓന് ആകെ ഒരു തുള്ളി ചോറും മതി. കേങ്ങ് പൊരിച്ചതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓനാണെന്നുണ്ടെങ്കിൽ പലവിധ കൂട്ടാനുകളോ ഉപ്പേരികളോ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഓന് പറ്റൂല. ഒരു ഉരുളങ്കിഴങ്ങും ചിക്കൻ പൊരിച്ചതും അതിൻ്റെയൊക്കെ ഒരാളാട്ടോ ഓന്. നമ്മളെന്തെല്ലാം ഉപ്പേരി പയറുപ്പേരി അങ്ങനത്തെ ഉപ്പേരി വെജിറ്റബിളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓന് പിന്നെ ഞാൻ വേറൊരു കൂട്ടാൻ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഓനത് കേങ്ങ ആയതുകൊണ്ട് വേഗം ഓന് ഞാനുള്ളത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അച്ചാറൊക്കെ കുപ്പിയിലാക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാക്കണം ഓൻ്റെ സ്നാക്സും പാത്രത്തും കൂടി സെറ്റാക്കി വെച്ചേക്കണം. ഞാൻ മദ്രസ ഇട്ടെന്ന് കണ്ട് ഓനെ കുളിപ്പിച്ച് സ്കൂൾക്ക് മാറ്റി സെറ്റാക്കി വിട്ടാൽ മതി. ഏതായാലും ചോറും കൂട്ടാനൊക്കെ അതവിടെ അയക്കണം. സമാധാനമായി. ചോറും കൂട്ടാനൊക്കെ ആയപ്പോൾ നമ്മളെ വെള്ളം ഉള്ളൊന്നും ലച്ചമ്പുളി നായാട്ടൊക്കെ വരൽ തുടങ്ങിയാണ്. അപ്പോൾ പിന്നെ വേഗം 2 നൂൽപുട്ട് കൊടുത്ത് ഞാൻ ചായയും കുടിച്ച് കണ്ട് ഓനെ പറഞ്ഞേക്കാല വെപ്രാളത്തിൽ ഓൻ റെഡിയായി ഒരുക്കി വിട്ടുകൊണ്ട് കേട്ടോ. ഓനാക്കണ പോലും തുടങ്ങിയിരിക്കണ്. അപ്പോൾ ബസ് പോകുന്നതാണ് വേഗം കുട്ടിമാരെ പാക്കി കൊടുക്കാൻ വിടുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുട്ടിമാൻ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് ആ ജോലി കുറഞ്ഞിട്ടുണ്ട്. മറ്റേത് ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അവൻ്റെ സ്കൂൾ ബസ്സിൻ്റെ അടുത്തൊക്കെ ഒന്നും കൂടി മണ്ടും കൂടി വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് കാണുതാക്കണം. മക്കളൊക്കെ പോയിൻ്റെ
കോലാഹലമാണിത്. ഇനി ഇതൊക്കെ ഇനി വജ്ജാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ